ഗോളിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി. ഗോളിന്റെ സ്പെല്ലിംഗ് അല്ലേ? COOL. സി മീൻസ് ചിൽഡ്രൻ. സി മീൻസ് എന്താ? എല്ലാവരും ശബ്ദത്തിൽ എന്ന് പറഞ്ഞ സി ചിൽഡ്രൻ. O മീൻസ് ഓഫ്. O മീൻസ് ഓഫ്. അടുത്തൊരു ഓയും കൂടി ഉണ്ട്. ആ ഓ എന്നത് അവർ. OUR അവർ. ഇനി എല്ലാം എന്തായിരിക്കും? ലോർഡ്. അപ്പോൾ ചിൽഡ്രൻ ഓഫ് അവർ ലോർഡ്. കൂൾ മീൻസ് ചിൽഡ്രൻ ഓഫ് അവർ ലോർഡ്. അതിന്റെ മലയാളം എന്താ മീനിങ്? ദൈവം മക്കൾ. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പദവിയാണ് എന്തെന്ന് പറയുന്നത്? ദൈവമക്കൾ എന്ന് പറയുന്നത്. ഇനി വിശ്വാസത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോറി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന് ബൈബിളിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. അതാർക്കെങ്കിലും ബൈഹാർട്ടായിട്ട് അറിയാമോ? നിശ്ചയമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ചേർന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പൊ ദൈവം നമ്മൾക്ക് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്തെന്ന് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്തെ കുറിച്ച് ചെറിയൊരു സ്റ്റോറി പറയാം. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആളായിരുന്നു ടോം എന്ന് പറയുന്നത്. ടോം എവിടെയാണ് ജീവിച്ചിരുന്നത്? ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പോൾ ടോം വളരെയധികം കഠിന അധ്വാനിയായിരുന്നു. ടോം എങ്ങനെയായിരുന്നു? അത് ലേസി ആയിട്ടുള്ള ആളായിരുന്നു ടോം അല്ല, നല്ലൊരു കഠിന അധ്വാനിയായിരുന്നു. അദ്ദേഹം രാവിലെ മുതൽ അധ്വാനിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ കഠിന അധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നല്ല എനർജറ്റിക് ആയിരിക്കും നമ്മൾ. ഇല്ല, വളരെ ക്ഷീണം ഉണ്ടാകും. നമ്മളിങ്ങനെ ആ ടോം വളരെ ക്ഷീണിച്ച് വീട്ടിൽ വരും. അങ്ങനെ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൻ അധ്വാനിക്കും, വൈകുന്നേരം വരുമ്പോൾ ക്ഷീണിതനായിരിക്കും. കുറേ നാളിങ്ങനെ അധ്വാനിച്ചപ്പോൾ ടോമിന് തോന്നി ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോകണം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകാറില്ലേ? ആരെന്ന് പറയുന്ന പോലെ ഈ കഠിന അധ്വാനമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരൊരു മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോകുന്നു വിചാരിച്ച് അവനൊരു ഷിപ്പ് യാത്രയാണ് ചെയ്തത്. ഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കപ്പൽ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പടത്തിൽ കണ്ടിട്ടില്ലേ? ഷിപ്പ് യാത്ര തിരഞ്ഞെടുത്തു. അദ്ദേഹം ഇങ്ങനെ ഷിപ്പിൽ യാത്ര ചെയ്ത് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. നല്ല ബസ്സിൽ നമ്മൾ പോകുമ്പോൾ എന്താണ് സുഖല്ലേ, നല്ല കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ റോഡിലൂടെ പോകുന്നത്. പക്ഷെ ഷിപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആണ്. കാരണം അത് ഷിപ്പ് വെള്ളത്തിലൂടെ പോകുമ്പോൾ അവിടെ എന്തുണ്ട്? തിരമാലകളുണ്ട്. തിരമാലകൾ അടിച്ച് ഷിപ്പ് ഇങ്ങനെ ആടി ഒലഞ്ഞ പോലെ കുറെ കഴിയുമ്പോൾ ഒരു കൂറ്റൻ തിരമാല വന്നിട്ട് ഈ ഷിപ്പിനെ മറിച്ച് വെക്കും. ഷിപ്പ് മറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുങ്ങിപ്പോലെ. പക്ഷെ ഈ ടോമിന് നീന്തൽ അറിയായിരുന്നു. ഈ ഷിപ്പ് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ടോം തൻ്റെ സകല ശക്തി എടുത്തിട്ട് നീന്തി തൊട്ടടുത്ത് അവൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ദ്വീപ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റും വെള്ളത്താൽ ചുറ്റി കിടക്കുന്ന എന്നാൽ ചെറിയൊരു കര മാത്രമുള്ള ഒരു ദ്വീപിൽ ചെന്ന് കയറി. ദ്വീപിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അവൻ ചുറ്റും നിൽക്കുമ്പോൾ ആരെയും കാണാനില്ല. അവിടെ ദ്വീപിൽ ആൾത്താമസമുള്ള ദ്വീപല്ലായിരുന്നു. പക്ഷെ കുറച്ച് ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ മാത്രമേ ഉള്ളല്ലോ ഈ ഐലൻഡിൽ അല്ലെങ്കിൽ ഈ ദ്വീപിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ദൈവത്തോട് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് 2-3 ദിവസം അത് നോക്കിയപ്പോൾ ഒരു മനുഷ്യനും ആ ഭാഗത്തേക്ക് വന്നുമില്ല. ഒരു ഷിപ്പോ ആ അടുത്തേക്കടെ ഒന്നും പോയില്ല. അപ്പോൾ അവൻ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ആരും കാണുന്നില്ലോ എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ ഒരു സാധനമില്ല, കഴിക്കാൻ ഒന്നില്ല, ഫുഡില്ല, എല്ലാ സാധനവും എവിടെ പോയി? കടലിൽ പോയി. ഈ ഷിപ്പിൻ്റെ അകത്തല്ലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം. അവിടെ കിടന്ന മരമെല്ലാം മരത്തിൽ കുഞ്ഞു കുഞ്ഞു ചില്ലകളെല്ലാം കൂടി വെച്ചിട്ട് ഒരു കുടിലുണ്ടാക്കിയിട്ട് അവൻ ചുറ്റും നോക്കി, കുറച്ച് ദൂരമൊക്കെ ചെന്ന് നോക്കി അവന് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുന്നു. അപ്പോൾ അവൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി. അവൻ തിരിച്ചു വന്നപ്പോഴത്തേനും ആ വെച്ചിരുന്ന കുടിൽ എന്ത് പറ്റി? അതൊന്ന് കത്തിപ്പോയി. അതെങ്ങനെ കത്തിയെന്ന് ഇവന് അറിയാമോ? അപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്, ഈ ക്ഷുദ്രജീവികളൊക്കെ ഒരു ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഒരു കുടിലുണ്ടാക്കിയത്. പക്ഷേ ആ കുടിലാണ് ഈ കത്തി പോയല്ലോ എന്ന് പറഞ്ഞ് അവനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു. നമ്മൾക്ക് ആയാലും നമ്മളൊരു
ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു കുടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കത്തിപ്പ് കഴിഞ്ഞാൽ നമുക്കെന്താ ആദ്യം വരും? ആദ്യം ദേഷ്യവും വരും, സങ്കടവും വരും. എന്ന് പറഞ്ഞാൽ ഈ ടോമിന് ഒരു ദേഷ്യം വന്നു, സങ്കടവും വന്നു. പക്ഷെ ആ കുടിലെന്ത് ചെയ്തു? കത്തി നശിച്ചു പോയി. അപ്പോൾ ഈ അവനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ദൂരേക്കുള്ള ഒരു ഷിപ്പ് ഈ ദ്വീപിനെ ലക്ഷ്യമാക്കിയിട്ട് വരുന്നത്. അപ്പോൾ ഇവൻ വിചാരിച്ചു, എന്താ ഈ ഷിപ്പ് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരും? അപ്പോൾ ഇവൻ ചോദിച്ചു, ആ ഷിപ്പ് ഇവൻ്റെ ഈ ദ്വീപിൻ്റെ അടുത്ത് വന്ന് നിർത്തിയതിന് ശേഷം അപ്പം അവിടെയുള്ള ആ ഷിപ്പിലുള്ള ആൾക്കാരോട് ചോദിച്ചു, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അപ്പം ഇല്ല, പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പുക ചുരുളുകൾ ഇങ്ങനെ മുകളിലേക്ക് വീഴുന്ന കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആരോ ഉണ്ടെന്ന്. അങ്ങനെ അത് അവിടെ ആരാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയതാണ് പറഞ്ഞു. അപ്പോൾ ടോം പ്രാർത്ഥിച്ചതിന് പ്രതിഫലം കിട്ടിയോ? ഇല്ലേ? കാരണം ടോമിന് ആദ്യം എന്ത് വന്നു? കഷ്ടത വന്നു, ഇല്ലേ? ഉണ്ടാക്കിയ കുടില് നഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടതയിലും ദൈവം എന്താണ്? അവന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ അവൻ ഈ കുടിൽ നഷ്ടപ്പെട്ട അവൻ വിശ്വാസത്തോടു കൂടിയാണ്, ദൈവമേ ഞാൻ ഈ കുടിലുണ്ടാക്കി, ഇത് ആ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിച്ചത്. ഇല്ല, ഞാൻ ഉണ്ടാക്കിയ കുടിൽ എന്ത് പറ്റി? ദൈവത്തിന് സ്നേഹമുണ്ട്, എന്നോട് കരുണ ഉണ്ടാക്കി ഇങ്ങനെ സംഭവിക്കായിരുന്നു? ഇല്ല. പക്ഷെ അവൻ എന്നിട്ടും ദൈവത്തോട് മറുപടിയൊന്നുമില്ല. ദേഷ്യവും സങ്കടമൊക്കെ വന്നെങ്കിലും ടോം എന്ത് ചെയ്തില്ല? ദൈവത്തോട് മുറുപുറത്തില്ല, അല്ലെ? നമ്മൾ ദൈവത്തോട് പിറുപിറുക്കില്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ പേരൻസ് വഴക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പേരൻസിനോടും മുറുപുറുപ്പുണ്ടാവും. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോളുന്നു. പക്ഷെ ഈ ടോം എന്ത് ചെയ്തില്ല? മുറുപുറത്തില്ല, അല്ലെങ്കിൽ ദൈവത്തോട് പിറുപുറത്തില്ല. അങ്ങനെ ആ ടോം അവിടെ ആയിരിക്കും രക്ഷപ്പെട്ടു. അപ്പോൾ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ അവന്റെ ആ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ലാസ്റ്റ് എന്ത് വന്നു? പ്രതിഫലം ദൈവം കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? വിശ്വാസത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച ആ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? നമ്പർ വേഴ്സസ് എന്നാണ് അഭിപ്രായം 11:1 എന്താണ്? വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഗോഡ് ബ്ലെസ് യു.